ടെസ്റ്റ് എക്സർസൈസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ. ഒരു നമ്മൾ എന്താണ് സെന്റർ ഓഫ് എ ഒരു കോഡിനെ ഈ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ രണ്ടായിട്ട് കട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെന്ത് ഓഫ് ദ ടു പാർട്ട് ഓഫ് ദ കോഡ്. ഈ രണ്ട് പാർട്ടിന്റെയും ഈ കോഡിന്റെ ലെന്ത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ റിലേഷൻ പഠിച്ചേക്കണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ പഠിച്ചേക്കണേ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയണം. റേഡിയസ്, ഈ സെന്ററിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റേഡിയസ് 6 തന്നിട്ടുണ്ട്, 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയ ഒ പി ഡി തന്നിട്ടുണ്ട്. ഈ സെന്ററിൽ നിന്ന് പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഡി എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഡി തന്നിട്ടുണ്ട്, 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എ എന്ന് കൊടുക്കുക ഈ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4.5 മൈനസ് എ ആയിരിക്കില്ലേ? കാരണം എന്താ? ഇത്രയും നീളത്തിനകത്ത് ഈ ഒരു ഡിസ്റ്റൻസ് എ എന്ന് കൊടുത്തു. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ 4.5 എ കുറയ്ക്കുന്നതായിരിക്കില്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 മൈനസ് എ ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഓരോരോ വാല്യൂസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞില്ലേ? പി എക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ പി എക്സ് എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ട് കൊടുത്തു. ഇനി പി വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 മൈനസ് എ കൊടുത്തു. ആർ ഓൾറെഡി അറിയാം, ഡി ഓൾറെഡി നമുക്ക് അറിയാം. ഇനി ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ. അപ്പൊ എ ഇൻറ്റു 4.5 മൈനസ് എ ഈക്വൽ ടു ഈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടി. ഇനി ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പൊ എ ഇൻറ്റു 4.5 എന്ന് പറഞ്ഞാൽ 4.5 എന്ന് വരും. ഇനി ഇതിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 4 വരും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? അപ്പൊ 4.5 എ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് 4 നമുക്ക് 5 വരും. ഇനി നമ്മൾ ഇതെല്ലാം നെഗറ്റീവ് അല്ലേ? അപ്പൊ ഈ എ സ്ക്വയർ എപ്പോഴും നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിർത്തിയിട്ട് ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഇങ്ങോട്ട് ഇക്വേഷനിലേക്ക് മാറ്റി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കിയാൽ 5 വരും. ഇത് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ മൈനസ് 4.5 എ വരും. ഇത് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ പ്ലസ് എ സ്ക്വയർ വരും ഈക്വൽ ടു 0 വരും. എന്താ ചെയ്തത്? ഈ എ സ്ക്വയറിന്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ അപ്പുറത്തേക്ക് വിടുമ്പോൾ ഓൾറെഡി പോസിറ്റീവ്. ഈ 4.5 അപ്പുറത്തേക്ക് വിടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4.5 എ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എയുടെ ഡിസ്റ്റൻസ് കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? അപ്പൊ ഇവിടെ ഒന്നുകൂടി നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച റിലേഷൻ എഴുതുക. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ നമ്മുടെ ഇക്വേഷൻ കൊടുത്തു. ഇനി പി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. പി വൈ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അത് രണ്ടും നമുക്ക് അറിയത്തില്ല. ഇനി അറിയാവുന്ന കാര്യം എന്താണ്? ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് 6 ആണെന്നും ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് 2 ആണെന്നും തന്നിട്ടുണ്ട്. അത് രണ്ടും അവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം എക്സ് വൈയുടെ ഡിസ്റ്റൻസ് 4.5 ആണെങ്കിൽ ആ ഒരു പോർഷന്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇത് പി ആയിട്ട് എടുത്തു, ഇത് എക്സ് ആയിട്ട് എടുത്തു, ഇത് എ ആയിട്ട് നമ്മൾ സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാ? 4.5. അങ്ങനെയാണെങ്കിൽ ഈ എ കഴിഞ്ഞ എത്ര ആയിരിക്കും? 4.5 മൈനസ് എ എന്ന് വരും. 4 നമ്മളൊരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ പി എക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ തൊട്ട് ഈ ഡിസ്റ്റൻസ് എ ആയി, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് 4.5 മൈനസ് എ ആയി. ഇത് നമ്മളിതൊരു ഫോർമുലയിലേക്ക് കൊടുക്കുമ്പോൾ പി എക്സിന്റെ വാല്യൂ അവിടെ കൊടുത്തു, പി വൈയുടെ വാല്യൂ കൊടുത്തു, ആറിന്റെ വാല്യൂ ഡി സ്ക്വയറിന്റെ വാല്യൂയും കൊടുത്തു. ഇനി ഇതിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആയി, മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയി. അപ്പൊ 4.5 എ അങ്ങനെ തന്നെ എഴുതി, മൈനസ് എ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, 9 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 എഴുതി. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എല്ലാം ഇക്വേഷന്റെ അപ്പുറത്തേക്ക് പോയി. അപ്പൊ എന്തായി നോക്കിയേ? 5 മൈനസ് 4.5 എ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0 ആയി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എ സ്ക്വയർ മൈനസ് 4.5 എ പ്ലസ് 5 ഈക്വൽ ടു 0 കിട്ടി. ഇതിന് നമുക്ക് 4.5 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 എ സ്ക്വയർ ആയി, ഇവിടെ 9 എ ആയി, പ്ലസ് 10 ഈക്വൽ ടു 0 ആയി.
കാരണം രണ്ട് സൈഡിലും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0യെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ നമ്പറിനെയും ഒരുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസറിന് യാതൊരു ചേഞ്ചും ഇല്ല. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ആയി. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ 2 അല്ലേ, ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -9, സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കണം. ഏതാ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഈക്വൽ ടു എന്ത് കൊടുക്കാം, എക്സിന് പകരം നമ്മളിവിടെ കൊടുത്ത എ ആണ്. എ ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac ഡിവൈഡഡ് ബൈ 2a ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫോർമുലയിലേക്ക് നമുക്ക് കൊടുക്കാം. b² - 4ac കൊടുത്തു. b² എന്ന് പറഞ്ഞാൽ -9 അല്ലേ, അപ്പം -9² ആയി. -4 ഇൻറ്റു എ എന്ന് പറഞ്ഞ 2 ഇവിടെ കൊടുത്തു, ഇൻറ്റു സി എന്ന് പറഞ്ഞ 10 കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ -9² എന്ന് പറഞ്ഞാലും 9² എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവർ ഈവൺ നമ്പർ ആണെങ്കിൽ അത് ഓൾറെഡി പോസിറ്റീവ് ആകും. അപ്പോൾ 81 വരും. അപ്പോൾ 4 2 8, 8 × 10 80 വരും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 1 വരും. അപ്പോൾ √b² - 4ac എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4ac √1 വരും. ഈ b² - 4ac വാല്യൂ കൊടുക്കുമ്പോൾ √1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇപ്പോൾ b² - 4ac കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ എന്ത് വരും ഇവിടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -9 കൊടുത്തു, പ്ലസ് ഓർ മൈനസ് b² - 4ac എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അവിടെ 1 എഴുതി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ക്വാഡ്രാറ്റിക്കേഷനിൽ ഇതാണ്. ഇത് നമ്മൾ എടുത്ത എയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറിപ്പോയേക്കരുത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ അങ്ങനെ എടുത്തു പോയി. മൈനസും പ്ലസ് വരില്ലേ, +9 വരും, പ്ലസ് ഓർ മൈനസ് 1, 2 × 2 4 വരും. നമ്മുടെ ആ ഇക്വേഷനിലേക്ക് എല്ലാ വാല്യൂസും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എക്ക് 2 വാല്യൂ കിട്ടി. ഒരു എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 1/4 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/4 വരും. ഒരു വാല്യൂ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 - 1/4 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 8/4 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ 2 വാല്യൂ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഫ്രാക്ഷൻ നമ്പർ എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തങ്ങ് ചെയ്താൽ മതി. 2 വാല്യൂ ആയി. ഒന്ന് -bയുടെ സ്ഥാനത്ത് 9 ആണ്, അവിടെ കൊടുത്തു കഴിയുമ്പോൾ 9 + 1/4 വരണം. 9 - 1/4 വരും. ഇപ്പോൾ നമുക്ക് എക്ക് വേണമെങ്കിൽ 2 എന്ന വാല്യൂ എടുത്താൽ നമുക്ക് 2 px ഉം py യും കണ്ടുപിടിക്കാം. അപ്പോൾ px എന്ന് പറഞ്ഞാൽ എത്ര വരും, എ എടുത്ത്, അപ്പോൾ അത് 2 വരും. ഇനി py എന്ന് പറയുന്നത് 4.5 - 2 എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആകും. അപ്പോൾ നമ്മുടെ px ഉം py യുടെയും ലെന്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമതൊരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ റേഡിയസ് 5 ആണ്, ഈ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ ഈ ലൈൻ ആ കോഡിനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. px ഉം py ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ pxന്റെയും py യുടെയും ലെന്ത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഫോർമുല എന്നാ, px × py എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു r² - d² ആണ് നമ്മുടെ ഇക്വേഷൻ. r നമ്മൾ ഓൾറെഡി റേഡിയസ് തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, d നമുക്ക് 2 തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഈ കോഡിന്റെ ലെന്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു xy തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പാടില്ല, px എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല, py നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഈ px നമ്മൾ ഇത്രയും നീളമാണ്, ഇത് p ആണ്, ഇത് x ആണ്, ഇത് y. ഇവിടെ a എന്ന് കൊടുത്തു. ഈ ഡിസ്റ്റൻസ് മൊത്തം നമ്മുടെ 4 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 - a വരില്ലേ, 4 - a വരും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് px എന്ന് പറയുന്നത് a ഇൻറ്റു py എന്ന് പറയുന്നത് 4 - a. ദെൻ അടുത്ത നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ അത് ബ്രാക്കറ്റ് ഇടണം. കാരണം 2 ടേം ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റ് ഇടണം. ഇനി r² എന്ന് പറഞ്ഞാൽ 5² വരും, d² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2² വരും. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ വരും, a × 4 വരും, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² വരും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 വരും, -2² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ 4a കിട്ടും, -a² വരും, ഇത് 21 കിട്ടും. ഇനി ഇത് ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും നോക്കി, ഇതിനെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 21 വരും, ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ +a² വരും, ഇത് അപ്പുറത്തേക്ക് വരുമ്പോൾ -4a = 0 വരും.